ഹായ് ഹലോ ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ആദർശ് തിരിച്ച് അനന്തപുരിയിലേക്ക് എത്തുകയാണ്. എന്നാൽ അഭിയും ജലജയും നവ്യയും ഒന്നും ഈ സത്യങ്ങൾ അറിയുന്നില്ല. ആദർശ് ഇപ്പോഴും ജയിലിൽ തന്നെയാണെന്ന് സന്തോഷിച്ചിരിക്കുകയാണ് അവരെല്ലാവരും. നവ്യാണെങ്കിലും അഭിയുടെയും ജലജയുടെയും ഒപ്പം കൂടിയിട്ട് ആദർശിനെ ഒരിക്കലും അവിടുന്ന് പുറത്തു വരരുത്, അവൻ അങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ആദർശ് വന്നു കഴിയുമ്പോഴേക്കും ദേവ്യാനിയാണെങ്കിലും പറയുന്നുണ്ട്, 3-4 ദിവസം ഇവിടെ ഒളിച്ചു തന്നെ താമസിക്കണം. നീ ഇപ്പോഴും ജയിലിലാണെന്ന് പറഞ്ഞ് കൊട്ടി ഘോഷിച്ച് നടക്കുന്നവരവര്. അവർക്കൊട്ടൊക്കെ നല്ലൊരു തിരിച്ചടി കൊടുക്കണ്ടേ? അവരുടെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ച് കൈ കൊടുക്കണം. അതിനു വേണ്ടിയിട്ടൊരു 3 ദിവസം നീ ആരുടെയും കണ്ണിൽപ്പെടാതെ റൂമിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ ഇവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം നമുക്ക് ഒന്നും കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവരുടെയൊക്കെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്ന് തന്നെ നമ്മുടെ ദേവേനി പറയുന്നുണ്ട്. അത് പ്രകാരമാണ് ആദർശ് റൂമിൽ തന്നെ താമസിക്കുന്നതും. കഥ അറിയാതെ ആട്ടം കാണുന്ന അഭിക്കും ജലജയ്ക്കും ഇത് വല്ലാത്തൊരു വീഴ്ച തന്നെയായിരിക്കും. പലപ്പോഴും ജലജയുടെയും അഭിയുടെയും നവ്യയുടെയും ഒക്കെ സംസാരം കാണുമ്പോഴേക്കും ഇവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. എത്രത്തോളം ഇവർ പോകുന്നൊന്ന് കാണട്ടെ എന്നുള്ള മട്ടിലാണ് രണ്ടുപേരും ഇരിക്കുന്നത്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എന്നോടും എൻ്റെ മോനോടും കാട്ടിക്കൂട്ടിയ ക്രൂരതകൾക്കൊക്കെയുള്ള തിരിച്ചടിയായി ഇപ്പോൾ ആദർശന് അവിടെ കിട്ടിയത്. അവൻ ചെയ്തു കൂട്ടിയ തെറ്റുകൾക്കൊക്കെയുള്ള ശിക്ഷ അവന് കിട്ടിയത്. അതാ അവൻ അവിടെ കിടന്ന് അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയോടും നയനയോടും ഒക്കെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പോലും അവർക്ക് ഒരു കുറ്റബോധവും ഇല്ലടാ. നേരത്തെ പോലെയല്ല, രണ്ടുപേരുടെയും സ്വഭാവത്തിൽ കാര്യമായ മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞാലും അവരൊരു കുലുക്കവും ഇല്ലാതെ അതെല്ലാം കേട്ട് നിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. പിന്നെ മുള്ളും മുനയും വെച്ച് നമ്മളെ കുത്തി പറയുന്നുണ്ട്, അതിനൊരു കുറവുമില്ല എന്നൊക്കെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്. എത്ര കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടും ദേവാനിക്ക് നയനിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏത് നേരവും ആദർശിന്റെ കാര്യം പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നവളാ. ഇപ്പൊ നീ കണ്ടില്ലേ, അവർക്ക് ഒരു സങ്കടവും ഇല്ല എന്നൊക്കെ നമ്മുടെ ജലജ നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട്. നവ്യ പറയുന്നുണ്ട്, അതെ, അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ആദ്യം അയാൾ ജയിലിലാണെന്ന് അറിഞ്ഞപ്പം ഇവിടെ ഉള്ളവർക്കൊക്കെ എന്തൊരു സങ്കടമായിരുന്നു. എല്ലാവരും ഓരോ മൂലയിൽ മാറിയിരുന്ന് കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പം ആർക്കും ആ സങ്കടമൊന്നും കാണുന്നില്ല. എല്ലാവരുടെയും മുഖത്തൊരു പ്രസന്നതയൊക്കെ ഉണ്ട്. നയനെ കണ്ടിട്ടും അയാളെ ഓർത്ത് അവളെ വിഷമിച്ച് കരഞ്ഞു നടക്കുന്ന പോലൊന്നും എനിക്ക് തോന്നുന്നില്ല. അമ്മയുടെ കാര്യവും അങ്ങനെ തന്നെ. എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അയാൾ ജയിലിൽ കിടന്നാലും ഇവിടെ ഉള്ളവർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത്. ആദ്യത്തെ 2 ദിവസം മാത്രമേ ഉള്ളൂ എല്ലാവരും കരഞ്ഞ് അയാളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിരുന്നത്. ഇപ്പം എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുകയല്ലേ ചെയ്യുന്നേ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നോക്കിക്കേ, ആരുടെയെങ്കിലും മുഖത്ത് സങ്കടമുണ്ടോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പം ജലജയും പറയുന്നുണ്ട്, അതേ മോളെ, അത് തന്നെയാണ് ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദർശ് ജയിലിലാണെന്ന് അറിഞ്ഞിട്ട് ഇവിടെ ഉള്ളവർക്ക് വലിയ സങ്കടമൊന്നും കാണുന്നില്ല. ഇതിന്റെ പിന്നിൽ എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് മോളെ എന്ന് തന്നെ നമ്മുടെ ജലജ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇല്ലമ്മേ, അങ്ങനൊന്നും സംഭവിക്കാൻ ഒരു വഴിയില്ല. ഇവിടുത്തെ ജയിൽ പോലൊന്നും അല്ല അവിടെ. അവിടെ എന്ന് വെച്ചാൽ റൂൾസ് ഒക്കെ ഭയങ്കര കർക്കശമാണ്. അവിടെ നിന്നൊന്നും അത്ര പെട്ടെന്ന് തലയൂരി വരാൻ പറ്റില്ല. ഇനി അഥവാ അയാൾ രക്ഷപ്പെട്ടെങ്കിൽ തന്നെ അത് ഞാൻ അറിയേണ്ടതല്ലേ അമ്മേ. അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല. അയാൾക്ക് അത്ര പെട്ടെന്നൊന്നും അവിടുന്ന് രക്ഷപ്പെട്ട് വരാൻ കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ അറിയേണ്ടതല്ലേ അമ്മേ. ഇതൊന്നും അല്ല. എന്തായാലും അയാൾ ജയിലിൽ പോയി. ഇനിയിപ്പോൾ കുറച്ച് നാള് അവിടെ കിടന്നിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഉടനെ എങ്ങും വരാനും പറ്റത്തില്ല. അതുകൊണ്ട് സ്വയം നിയന്ത്രിച്ച് മനസ്സിനെ ഭാഗപ്പെടുത്തി നടക്കുമായിരിക്കും. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. നവ്യ ആണെങ്കിലും ഒരു സംശയത്തോടെ തന്നെ പറയുന്നുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരുടെ മനസ്സ് ഇത്ര പെട്ടെന്ന് മാറുമൊന്നുമില്ല. എനിക്കറിയാവുന്നതല്ലേ നയനേനെ. അവൾ സ്നേഹിക്കുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഒരിക്കലും സമാധാനമായിട്ട് ഇരിക്കില്ല. അവൾ ഏത് നേരവും കരഞ്ഞു വിഷമിച്ച് നടക്കുകയുള്ളൂ. ഇതിപ്പോൾ നയനയുടെ മുഖത്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഫീലേ തോന്നുന്നില്ല. ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് ചിലപ്പോൾ അവളുടെ വർത്താനമൊക്കെ. എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ടെന്ന് തന്നെ നവ്യ പറയുകയാണ്. അപ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, മോളെ, അത് ചിലപ്പോൾ നമ്മളെ കാണിക്കാനുള്ള അടവായിരിക്കും. ആദർശ് ജയിലിൽ കിടക്കുന്നതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നും ഇല്ലാന്നൊക്കെ ഉള്ളത് നമ്മളെ കാണിക്കേണ്ട മോളെ. അതുകൊണ്ടായിരിക്കും അവരെല്ലാവരും ഇങ്ങനെ അഭിനയിച്ച് നടക്കുന്നത്. അവർ വിഷമിച്ച് നടക്കുന്നത് കാണുമ്പോൾ നമുക്കത് സന്തോഷമാവും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് ദേവേനി മരുമോളോട് പറഞ്ഞിട്ടുണ്ടാവും, നീ കരഞ്ഞു കരഞ്ഞ കണ്ണുമായിട്ടൊന്നും നടക്കരുതെന്നൊക്കെ. അതുകൊണ്ടായിരിക്കും നിന്റെ അനിയത്തിക്ക് ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതു നേരം കരഞ്ഞോണ്ടിരിക്കേണ്ടവളല്ലായിരുന്നോ? ആദർശ് ജയിലിലാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവളുടെ പാതി ജീവൻ പോയതാ. ഞാൻ അതേപ്പറ്റി സംസാരിച്ചപ്പോഴേ അവളുടെ പ്രതികരണമൊക്കെ ഞാൻ കേട്ടതല്ലേ. അവൾക്ക് നല്ല വിഷമമുണ്ട് മോളെ മനസ്സിൽ. അതൊന്നും അവൾ പുറത്ത് കാണിക്കാത്തതാ. വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു ബോധം പോലും ഇല്ല. ഏതു നേരം ആദർശനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യുന്നത്. അവളുടെ അമ്മായിമ്മ പുറകെ നടന്ന് നിർബന്ധിക്കുന്നതുകൊണ്ട് മാത്രമാണ് അവൾ ഇച്ചിരി ആഹാരമൊക്കെ കഴിക്കുന്നത്. അല്ലാതെ നേരത്തെ പോലെ ആഹാരം കഴിക്കുന്നൊന്നും ഞാൻ കാണുന്നില്ല. അവൾക്കെന്ന് മാത്രമല്ല, ഈ വീട്ടിലെ ആദർശനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നല്ല വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ അതൊന്നും ആരും പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. അവർക്കറിയാം അവർ വിഷമിച്ച് നടക്കുന്ന കാണുമ്പോഴേക്കും നമ്മൾ സന്തോഷിക്കുന്നുള്ളത്. അതുകൊണ്ടായിരിക്കും എന്നൊക്കെ തന്നെ ജലജ പറയുമ്പോഴേക്കും അഭി ഇങ്ങനെ സംശയിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് രാത്രി നവ്യ റൂമിലോട്ട് കുഞ്ഞിനെയും കൊണ്ട് കിടക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ഹാളിയിരിക്കുന്ന അഭിയോട് ജലജ പറയുന്നുണ്ട്, എടാ, ഞാൻ ഇന്നൊരു കാര്യം കണ്ടു. അനന്തപുരി തറവാടിന് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു നെക്ലേസ് ഉണ്ട്.
പണ്ട് മുതുമുത്തശ്ശിമാരുടെ കയ്യിൽ നിന്ന് കൈമാറി വന്ന ഒരു നെക്ലേസ്. ആ നെക്ലേസ് ഇപ്പോൾ ദേവയാനിയുടെ കയ്യിലുണ്ട്. ആ നെക്ലേസ് അമ്മയുടെ കയ്യിലായിരുന്നു. അമ്മ അത് ദേവയാനിക്കാണ് കൊടുത്തത്. ആദർശിന്റെ കാര്യമൊക്കെ ചോദിച്ച് അവരെ ഒന്ന് ഇളക്കാൻ വേണ്ടിയിട്ടേ ഞാൻ ഏട്ടത്തിയുടെ റൂമിലോട്ട് കയറി ചെന്നു. ആ സമയത്ത് ഏട്ടത്തി ആ നെക്ലേസ് ഒക്കെ എടുത്ത് നോക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അവർ കണ്ടില്ലായിരുന്നു. അവർ ആ നെക്ലേസ് എടുത്ത് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇതിന് നയനമോൾക്ക് കൊടുക്കണം. ഈ വീട്ടിലെ ഉത്തരവാദിത്തപ്പെട്ട മരുമോള് ഇനി നയനമോളാണല്ലോ, അതുകൊണ്ട് ഇനി ഇത് നയനമോളുടെ കയ്യിലായിരിക്കേണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുമ്പ് ഇതൊന്ന് പോളിഷ് ചെയ്യിക്കണം എന്നൊക്കെ തന്നെ അവർ പറയുന്നുണ്ടായിരുന്നു. മിക്കവാറും അതും കൂടി അവക്ക് കൊടുക്കാനായിരിക്കും ഏട്ടത്തിന്ന് പറയുന്നവൾ തീരുമാനിച്ചേക്കുന്നത്. അതെങ്ങനെ പോയാലും ഒരു 10-20 പവന് മുകളിലുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇപ്പം തന്നെ പാരിതോഷികമായിട്ടും അല്ലാതെയും എന്തോരം സ്വർണ്ണം അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതും കൂടെ അവർക്ക് കൊടുക്കാനാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ പണികളും ചെയ്ത് എനിക്ക് നടുപൊടിയുക. എന്ത് ചെയ്യാനാ എൻ്റെ ഒരു വിധി, അല്ലാതെ എന്ത് പറയാനാ. നീ കാണിച്ചു കൂട്ടി വെക്കുന്നതിനൊക്കെ ഞാനാണ് അനുഭവിക്കുന്നത് ഇവിടെ കിടന്ന്. അല്ലാതെ എന്ത് ചെയ്യാനാ. ഇവിടെ പിടിച്ച് നിൽക്കണമെങ്കിൽ ഇതൊക്കെ ചെയ്തല്ലേ പറ്റുള്ളൂ. ഏടത്തി ഇടുന്ന ഓർഡറൊക്കെ അനുസരിച്ചില്ലെങ്കിൽ അവർ നിന്റെ ഭാര്യയുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നമുക്ക് ഈ വീട്ടിൽ സ്ഥാനമില്ല. നമ്മളെ അപ്പോൾ തന്നെ ഇവിടുന്ന് അടിച്ച് പുറത്താക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാടാ അവർ പറയുന്ന എല്ലാ പണികളും ഞാൻ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിലെ ഒരു അടിമയെ പോലെ ഇപ്പം ഞാൻ. ആരെന്ത് പറഞ്ഞാലും അതെല്ലാം ചെയ്തോണം. ആ എൻ്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ. എന്തായാലും ഞാൻ അവരുടെ റൂമിലോട്ട് ചെന്നപ്പോഴേക്കുവേ അവർ ആ നെക്ലേസൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. ഒന്നും അറിയാത്ത പോലെ തന്നെ ഞാൻ ഏട്ടത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ആ നെക്ലേസ് അലമാരിക്കകത്ത് വെച്ച് പൂട്ടി. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നേ, നിനക്ക് അടുക്കളയിൽ പണിയൊന്നും ഇല്ലേന്ന്. പറഞ്ഞ പണികളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കാൻ പറഞ്ഞ കറികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് വയ്യ ഏട്ടത്തി എന്നിങ്ങനെ പറഞ്ഞപ്പോഴേക്കും, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒക്കുന്നത്. നിന്റെ മരുമോള് സത്യം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. നീയും നിന്റെ മോനും ചെയ്തു കൂട്ടിയതിനൊക്കെ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യണ്ടേ. നവ്യനെ ഞാൻ കുറ്റപ്പെടുത്തില്ല. കാരണം നവ്യ ഈ സത്യങ്ങളൊന്നും അറിയാതെ നിങ്ങളുടെ കൂടെ ചേർന്ന് ഇങ്ങനെ പറയുന്നത്. നവ്യെ തിരുത്തേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഇത് നിങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇവിടെ അടങ്ങി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇതൊന്നും അനുസരിക്കാൻ പറ്റത്തില്ലെങ്കിലേ നവ്യ ഇവിടെ കാണും അവളുടെ കുഞ്ഞിനെയും കൊണ്ട്. നീയും നിന്റെ മോനും ഈ വീട്ടിന് പുറത്താകും. നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കും എന്നാടാ എന്നോട് അവർ പറഞ്ഞത്. ഞാൻ അന്നേരം ആ ഏട്ടത്തി എന്ന് പറയുന്നവളോട് പറഞ്ഞു, ഏട്ടത്തി നവ്യക്ക് ഇപ്പം ഞങ്ങളെ നല്ല സംശയമുണ്ട്. എല്ലാവരും പറയുന്നത് ഇപ്പം ഞങ്ങൾ കേൾക്കുകയാണല്ലോ. ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിലും ഞങ്ങൾ എല്ലാ പണിയും ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ കാണുമ്പോൾ നവ്യക്ക് നല്ല സംശയമുണ്ട്. നവ്യയുടെ സ്വഭാവം ഏട്ടത്തിക്ക് അറിയാമല്ലോ. അവൾക്ക് എന്തെങ്കിലും ചെറിയൊരു ക്ലൂ കിട്ടിയാൽ മതി, അവൾ അതിൽ നിന്ന് തന്നെ എല്ലാം അന്വേഷിച്ച് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഏട്ടത്തി ഞങ്ങളോട് ഇച്ചിരി കരുണ കാണിക്കണം. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിക്കരുത്. അത് നവിക ഒരുപാട് സംശയം ആക്കുന്നുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കിയിടാ. അപ്പോഴും അവർ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത് ഞങ്ങൾ പറയുന്നത് കേട്ട് ഇവിടെ നിൽക്കാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്നാ. അപ്പോൾ അഭി ജലജയോട് പറയുന്നുണ്ട്, അമ്മ വിഷമിക്കണ്ടമ്മേ, നമ്മൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നില്ല അവരെ. മാറിയും മറിഞ്ഞും നമ്മളെ അവർ തെരഞ്ഞുപിടിച്ച് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മേ. ഇതിനൊക്കെ ഒരു തിരിച്ചടി കിട്ടും. അമ്മ നോക്കിക്കോ, ജയിലിൽ കിടക്കുന്ന ആദർശ് ഇനി പുറംലോകം കാണില്ല. അവനെ അവിടെ വെച്ച് തന്നെ തീർക്കാനാണ് ഞാൻ ഓരോ പദ്ധതി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതിനധികം നാളൊന്നുമില്ല. അവനെ അവിടെ വെച്ച് തന്നെ അങ്ങ് തീർത്താലോ എന്നാണ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായ പിന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ തന്നെ നടക്കുമമ്മേ. എന്തായാലും കുറച്ച് നാളും കൂടെ അമ്മ ഇതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്ക്. അത് കഴിയുമ്പം എല്ലാം നമ്മൾ വിചാരിക്കും പോലെ ആയി കഴിയുമ്പോഴേക്കും അമ്മായിക്കൊണ്ടും നയനെക്കൊണ്ടും ഒക്കെ അമ്മ തന്നെ പണിയെടുപ്പിക്കും. അമ്മയെ കഷ്ടപ്പെടുത്തിയതിൻ്റെയൊക്കെ 3 ഇരട്ടി അമ്മ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണം എന്നൊക്കെ നമ്മുടെ അഭി പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, ഇതൊക്കെ നടക്കൂടാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നടക്കുമേ, അമ്മ ധൈര്യമായിട്ട് ഇരിക്കും തന്നെ പറയുകയാണ്. എന്നിട്ട് ദേവയാനി ആ നെക്ലേസൊക്കെ നമ്മുടെ നയനയെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മുതലാണ്, ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന മാലയാണ്. ഞാൻ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് വന്നതിന് ശേഷം അമ്മ ഇത് എന്നെയാണ് ഏൽപ്പിച്ചത്. ഇപ്പം ഞാനിത് നിന്നെ ഏൽപ്പിക്കുക. ഇതിനി നിന്റെ കയ്യിലാണ് ഇരിക്കേണ്ടത്. നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യ സ്വത്തായിട്ട് ഇത് നീ എപ്പോഴും സൂക്ഷിക്കണം എന്നൊക്കെ തന്നെ നയനോട് ദേവയാനി പറയുന്നുണ്ട്. ദേവയാനി നയനയ്ക്ക് നെക്ലേസ് കൊടുക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും എല്ലാം നമ്മുടെ ജലജ മറിഞ്ഞു നിന്ന് തന്നെ കേൾക്കുകയാണ് കേട്ടോ. ജലജയ്ക്ക് നല്ല ദേഷ്യം തന്നെ വരികയാണ്. എന്നിട്ട് അബിയോട് പോയിട്ട് പറയുന്നുണ്ട്, എടാ അവൾ ആ നെക്ലേസ് അവളുടെ മരുമകൾക്ക് കൊടുത്തു. എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ആ നെക്ലേസ് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ വരണോടാ. ആ നെക്ലേസ് എങ്ങനെയെങ്കിലും നമുക്ക് അടിച്ചു മാറ്റണം. അതൊരു 20-25 പവനോളം ഉണ്ടടാ മോനെ. അതെങ്ങനെയെങ്കിലും നമ്മൾ കൈവശപ്പെടുത്തി എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ ജലജ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, അമ്മയ്ക്ക് അറിയാമല്ലോ അത് എവിടെ ഇരിക്കുന്നതെന്ന്. നമുക്കത് ഇന്ന് രാത്രി അടിച്ചു മാറ്റാം. എന്നിട്ട് അതിന് പകരം അതേ ഡിസൈനിലുള്ള ഒരു റോൾഡ് ഗോൾഡ് നമുക്ക് പണിതവിടെ വെക്കാം. അതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ. സ്വർണം പോലെ തന്നെ അതവിടെ ഇരുന്നോളുമല്ലോ, ആരും സംശയിക്കത്തുമില്ല. എന്നിട്ട് നമുക്ക് ഈ സ്വർണം വിറ്റ് കാശാക്കിയാലോ എന്നൊക്കെ തന്നെ നമ്മുടെ അഭി ജലജയോട് ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, എടാ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇനി ഇതെങ്ങാനും പിടിക്കപ്പെട്ടാലോ? ഇതെങ്ങാനും പിടിക്കപ്പെട്ട എന്താ സംഭവിക്കുന്നതെന്നൊക്കെയുള്ളത് നിനക്കറിയാമല്ലോ. പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അതൊക്കെ ഓർമ്മ വേണം എന്ന് നമ്മുടെ ജലജ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്,
അതൊക്കെ ഞാൻ നോക്കിക്കോളാം അമ്മേ. അമ്മ അതെങ്ങനെയും എടുക്കാൻ പറ്റുമോ നോക്ക്. ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വില എന്നുള്ളത് അമ്മയ്ക്ക് അറിയാമല്ലോ. ഒരു 20-25 പവനൊക്കെ ഉണ്ടെങ്കിലേ 10-25 ലക്ഷം രൂപ ഒന്നും പറയാതെ നമ്മുടെ കയ്യിലോട്ട് വരാൻ പോകുന്നത്. എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് കാശിനും അത്യാവശ്യം ഉണ്ടായിരുന്നു. ജോലിക്കൊന്നും പോകാതിരിക്കുകയാണല്ലോ ഞാൻ. എല്ലാ ആവശ്യത്തിനും അവളുടെ മുമ്പിൽ കൈ നീട്ടാനേ എനിക്കൊരു മടി എന്നിങ്ങനെ നമ്മുടെ അഭി പറയുകയാണ്. അപ്പൊ ജലജയും പറയുന്നുണ്ട്, അതെ, അതൊക്കെ ഓർക്കുമ്പം എനിക്ക് ആ മാല എടുക്കാൻ തന്നെയാണ് തോന്നുന്നത്. ആ മാല വിറ്റ 10-25 ലക്ഷം ഒന്നും അല്ല മോനെ, അതിൽ കൂടുതൽ കിട്ടും. പണ്ടത്തെ സ്വർണമല്ലേ, ഒരു തരി കലർപ്പില്ലാത്ത സ്വർണം, ഒരു തരി പോലും കലർപ്പില്ലാത്ത ശുദ്ധമായ സ്വർണം കൊണ്ടുണ്ടാക്കിയ മാലയാ അത്. അതൊരു നല്ല വെയിറ്റും ഉണ്ട്. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കിയേ പറ്റുള്ളൂ. നീ പറഞ്ഞതുപോലെ തന്നെ അതേ ഡിസൈനിലുള്ള ഒരു മാല പണിത് അവിടെ വെച്ചാൽ മതിയല്ലോ, ആരും സംശയിക്കത്തുമില്ല. എന്തായാലും അതിപ്പോ നയനയുടെ കയ്യിലാ ഉള്ളത്. നയനയുടെ റൂമിൽ നിന്ന് വേണം അത് എടുക്കാൻ എന്നൊക്കെ നമ്മുടെ ജലജ പറയുന്നുണ്ട്. അപ്പൊ അഭി പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലമ്മേ, ആദർശില്ലല്ലോ. അവൾ ഏത് നേരവും അമ്മായിയുടെ പിന്നാലെയല്ലേ നടക്കുന്നത്. അതുകൊണ്ട് അവൾ റൂമിലില്ലാത്ത സമയം നോക്കി നമുക്കതങ്ങ് എടുക്കാൻ തന്നെ നമ്മുടെ അഭി പറയുന്നുണ്ട്. ഇപ്പൊ ഗൾഫിലൊക്കെ AM ജ്വല്ലറിയാ മൂർത്തിസ് ജ്വല്ലറിക്കാളും ഒരു പടി മുന്നിൽ. അതുകൊണ്ട് അവളിരുന്ന് ഡിസൈൻ വരയ്ക്കുകയായിരിക്കും. അതുകൊണ്ട് മൂർത്തിസ് ജ്വല്ലറിയെ ഒന്നാമതാക്കാനായിട്ട് അവൾ ഇനി നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും. പുതിയ പുതിയ മോഡലിലുള്ള ഒരുപാട് ഡിസൈനുകൾ അവൾ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നല്ല കോമ്പറ്റീഷൻ അല്ലേ നടക്കുന്നത്. ഡിസൈനൊക്കെ ഒരുപാട് വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് അവൾ എപ്പോഴും ബിസി ആയിരിക്കും എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. ജലജ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെ പറയുന്നുണ്ട്, എങ്കിലും അങ്ങനെ തന്നെ ചെയ്യാവടാ മോനെ. ഇന്ന് രാത്രി തന്നെ ആ മാല നമുക്ക് എടുക്കണം എന്നൊക്കെ രണ്ടുപേരും കൂടിയിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹാളിൽ ഇരുന്ന് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ആരും കാണാതെ ജലജ അഭിയും കൂടെ സന്ധ്യ സമയത്ത് നയനയുടെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. അഭി എന്നിട്ട് പറയുന്നുണ്ട്, അമ്മയ്ക്കല്ലേ അത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയാവുള്ളൂ. അമ്മ പോയി അത് വേഗം എടുത്തിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം, ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ നോക്കാം എന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും, ശരിയടാ, നീ ഇവിടെ നിൽക്കുക, ഞാനത് പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ജലജ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. എന്നിട്ട് ജലജ അലമാരി എന്നിട്ട് സ്വർണ്ണമൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു പെട്ടിയിൽ നിന്ന് തന്നെ ആ മാല എടുത്തോണ്ട് വരുന്നുണ്ട്. ഇതിനു മുമ്പും ദേവയാനിയും മുത്തച്ഛനും ആദർശമൊക്കെ സമ്മാനമായിട്ട് കൊടുത്ത എല്ലാ സ്വർണ്ണങ്ങളും അവൾ ആ പെട്ടിയിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴേക്കും ജലജയ്ക്ക് അതെല്ലാം അങ്ങ് എടുക്കാൻ തോന്നുന്നുണ്ട് കേട്ടോ. ജലജ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, വല്ല സാധാരണ കുടുംബത്തിലും അടുക്കളപ്പണി ചെയ്ത് ജീവിക്കേണ്ടിയിരുന്നവളാ. എന്നിട്ട് അവളുടെയൊക്കെ ഒരു രാജയോഗം കണ്ടില്ലേ, എന്തുമാത്രം സ്വർണം അവളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് കണ്ടില്ലേ. എനിക്ക് പോലും ഇത്രയും അധികം സ്വർണ്ണമില്ല. അതെങ്ങനെയാ, എല്ലാവരും അവൾക്ക് പാരിതോഷികമായിട്ട് സ്വർണ്ണമല്ലേ കൊടുക്കുന്നത്. ഇതൊന്നും ഇവക്ക് വേണ്ടെങ്കിൽ വേണ്ടവർക്ക് ആർക്കെങ്കിലും ഇവക്ക് കൊടുത്തൂടെ. എല്ലാം അവൾ കെട്ടിപ്പൊതിഞ്ഞ് വെച്ചിരിക്കുക. ഇത് കണ്ടിട്ടാണെങ്കിൽ എനിക്ക് കൊതിയാകുന്നു എന്ന് തന്നെ നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അഭി പതിയെ ചോദിക്കുന്നുണ്ട്, അമ്മേ കിട്ടിയോ, വേഗം വാ, ആരെങ്കിലും വരും എന്നിങ്ങനെ പറയുമ്പോഴേക്കും, ഞാൻ ദേ വരുന്നൂടാ എന്നും പറഞ്ഞിട്ട് തന്നെ ആ നെക്ലേസ് മാത്രം കയ്യിലെടുത്തോണ്ട് ജലജ അലമാരിയൊക്കെ പൂട്ടിയിട്ട് അബിയുടെ അടുത്തോട്ട് വരികയാണ്. എന്നിട്ട് അബിയോട് പറയുന്നുണ്ട്, ദേ നോക്കടാ, ഇതാടാ ആ മാല, ഇതൊന്നും നീ പിടിച്ചു നോക്കിക്കേ, ഇതിന് എന്തൊരു വെയിറ്റ് ആണെന്ന് കണ്ടോ, 10-25 പവനി കൂടുതലുണ്ടടാ മോനെ ഇത് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അബിയുടെ കയ്യിലോട്ട് കൊടുക്കുമ്പോഴേക്കും അബി അത് എടുത്തിട്ട് പറയുന്നുണ്ട്, അതെ, അമ്മ പറഞ്ഞത് ശരി തന്നെയാ, ഇതൊരു 10-25 പവനുണ്ട്. ഈ ഒരു മാല കൊടുത്താൽ തന്നെ 10-25 ലക്ഷം രൂപ കൂടുതൽ കിട്ടും അമ്മേ. തൽക്കാലം നമുക്ക് പിടിച്ചു നിൽക്കാൻ അത് ധാരാളമാ. ഇനിയിപ്പോൾ ഇതുപോലത്തെ ഒരു റോൾഡ് ഗോൾഡ് തന്നെ പണിയിക്കണമെന്നില്ലല്ലോ. മാറ്റു കുറഞ്ഞ സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ സ്വർണം പൂശിയതോ വല്ലതും കൊണ്ടുവച്ചാലും മതിയല്ലോ. ആരും സംശയിക്കത്തൊന്നുമില്ല, ആരും കണ്ടുപിടിക്കാനും പോകുന്നില്ല. കാഴ്ചയിൽ അത് സ്വർണ്ണമാല പോലെ തന്നെ ഇരിക്കുകയും ചെയ്യുമല്ലോ. പോളിഷ് ചെയ്യുമ്പോഴും ഇതാരും കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്നൊക്കെ തന്നെ അഭി പറയുന്നുണ്ട്. അങ്ങനെ അവരത് അടിച്ചു മാറ്റുക കേട്ടോ. എന്നാൽ അഭിയും ജലജയും റൂമിലോട്ട് വരുന്നതും നയനയുടെ കബോർഡ് തുറന്ന് ഈ സ്വർണ്ണമാല എടുക്കുന്നതുമെല്ലാം അകത്തിരുന്ന ഒരാൾ കാണുന്നുണ്ടായിരുന്നു. കാരണം ആദർശ ഇതെല്ലാം കണ്ണോട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ അഭിയും ജലജയും ഇതൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല. ആദർശ് അവരുടെ എല്ലാ നീക്കങ്ങളും വീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ആദർശ് ജയിലിൽ നിന്ന് ഇറങ്ങിയെന്നോ തിരിച്ച് അനന്തപുരിയിൽ എത്തിയെന്നോ ഒന്നും തന്നെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇതൊന്നും അറിയാതെ തന്നെയാണ് അഭിയും ജലജയും കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നതും. ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പൊ അമ്മയുടെയും മോന്റെയും പ്ലാനിങ് ഒക്കെ ഇതായിരുന്നു അല്ലേ. നയനയുടെ സ്വർണം അടിച്ചു മാറ്റിയിട്ട് മാറ്റു കുറഞ്ഞ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. ഇതിപ്പോ ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ, ഞാൻ ഈ മുറിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതാരും അറിയാനും പോകുന്നില്ലായിരുന്നു. പകരം വല്ല മുക്കുപണ്ടവോ അല്ലെങ്കിൽ വേറെ മാറ്റു കുറഞ്ഞ എന്തെങ്കിലും സ്വർണം പൂശിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവയ്ക്കാൻ തന്നെയായിരുന്നല്ലോ അവരുടെ പ്ലാൻ. അതാകുമ്പോൾ ആരും സംശയിക്കുകയല്ലോ. എന്തായാലും അമ്മയുടെ മോന്റെ ബുദ്ധിയെ, എന്തായാലും ഇതിപ്പോ ദൈവമായിട്ട് തന്നെയാണ് കാണിച്ചു തന്നത്. നാളെ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ എനിക്ക് പറയാമല്ലോ. എന്തായാലും ഇതൊക്കെ എവിടെ വരെ പോകുന്നു ഞാനൊന്ന് നോക്കട്ടെ. രണ്ടെണ്ണത്തിനെയും ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു എന്നൊക്കെ തന്നെ നമ്മുടെ ആദർശ് മനസ്സിൽ വിചാരിക്കുകയാണ്. എന്തായാലും നയന ഇങ്ങോട്ടേക്ക് വരട്ടെ, നയനോട് തന്നെ ആദ്യം കാര്യം പറയാം. എന്തായാലും ഇവർ ഈ ചെയ്തു കൂട്ടുന്നതിനൊക്കെ നല്ലൊരു തിരിച്ചടി തന്നെ ഇവർക്ക് കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ വെറുതെ വിട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി ഇവരൊന്നും നന്നാകാൻ പോകുന്നില്ല. ഇവർ കാരണമാണോ ദുബായിൽ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട്. എന്തായാലും ഈ കാര്യത്തിൽ ആദ്യം ഒരു തീരുമാനമാക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സാവധാനത്തിൽ കണ്ടെത്തി അന്വേഷിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് ആദർശ് പറയുന്നുണ്ട്.
അമ്മയ്ക്കും മോനും നല്ലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുക്കണം. ഞാൻ വന്ന കാര്യമൊന്നും ഇവരെ അറിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും ജയിലിൽ കിടക്കുവാന്നോർത്ത് സന്തോഷിച്ചിരിക്കുകയല്ലേ. സന്തോഷിക്കട്ടെ, അവൻ്റെയൊക്കെ അവസാനത്തെ സന്തോഷം തന്നെ ആയിരിക്കും എന്നൊക്കെയാണ് നമ്മുടെ ആദർശ് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയം കൊണ്ട് തന്നെ അഭിയും ജലജയും ആ റൂമിൽ നിന്ന് ഇറങ്ങി പോയിട്ടുണ്ട്. എന്നിട്ട് രാത്രി സമയം ആയപ്പോഴേക്കും തന്നെ ദേവാനിയും നയന റൂമിലോട്ട് കയറി വരികയാണ് കേട്ടോ. അപ്പോഴേക്കും റൂമിലോട്ട് കയറിയിട്ട് അവർ ഡോർ ലോക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ആദർശ് അവരോട് പറയുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ. എന്തായാലും ഇവിടെ മറിഞ്ഞിരുന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായി അമ്മേ. അബിയുടെയും അവൻ്റെ അമ്മയുടെയൊക്കെ കള്ളത്തരങ്ങൾ കൈയോടെ കണ്ടുപിടിക്കാൻ പറ്റി. ഇന്ന് ഞാനത് കണ്ടില്ലായിരുന്നെങ്കിൽ അത് വലിയൊരു നഷ്ടമായേനെ എന്നൊക്കെ തന്നെ ആദർശ് പറയുമ്പോഴേക്കും എന്താ മോനെ, എന്താ സംഭവിച്ചത്? അതുങ്ങൾ രണ്ടും പിന്നെയും വേണ്ടാത്ത പണി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ദേവയാനി. ആദർശ് പറയുന്നുണ്ട്, അതെ, അവർ രണ്ടുപേരും ഓരോന്ന് കാണിച്ചു കൂട്ടി വെച്ചോണ്ടിരിക്കുകയല്ലേ. കഴിഞ്ഞ ദിവസം അമ്മ നയനയ്ക്കൊരു നെക്ലേസ് കൊടുത്തില്ലായിരുന്നോ? പണ്ട് മുതലേ പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്താന്നും പറഞ്ഞ്. ആ മാലയിൽ അപ്പച്ചിക്ക് അന്നേ ഒരു നോട്ടം ഉണ്ടായിരുന്നുള്ള കാര്യം അമ്മ പറഞ്ഞില്ലായിരുന്നോ? ഇന്ന് നിങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത സമയം നോക്കി അമ്മയും മോനും കൂടെ ഈ റൂമിലോട്ട് വന്നായിരുന്നു. എന്നിട്ട് അലമാരി തുറന്ന് നയനയുടെ ആഭരണങ്ങളൊക്കെ ഇരിക്കുന്ന പെട്ടിക്കകത്തുനിന്ന് ആ മാല എടുത്തോണ്ട് പോയിട്ടുണ്ട്. പകരം ആരും അറിയാതെ അതുപോലെ ഒരു മാല പണിയിപ്പിച്ച് വെക്കാനാ അവരുടെ പ്ലാൻ. ചുരുക്കി പറഞ്ഞ അമ്മയും മോനും കൂടെ പ്ലാൻ ചെയ്ത് ആ നെക്ലേസ് ഇവിടുന്ന് മോഷ്ടിച്ചോണ്ട് പോയി. ദേവാനിക്കും നയനയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. ദേവാനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ പ്രതികരിച്ചില്ലേ മോനെ? കയ്യോടെ അവരെ പിടികൂടാൻ മേലായിരുന്നോ എന്നൊക്കെ തന്നെ ചോദിക്കുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, അമ്മേ, ഞാനിവിടെ വന്ന കാര്യം അവരിതുവരെ അറിഞ്ഞിട്ടില്ലല്ലോ. എന്തായാലും ഈ സ്വർണ്ണം മോഷണം പോയതിന്റെ പിന്നിൽ ആരാന്നുള്ളതൊക്കെ നമുക്കറിയാമല്ലോ. അതുകൊണ്ട് അവർക്കിട്ട് നല്ലൊരു തിരിച്ചടി തന്നെ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ അവരുടെ മുമ്പിലോട്ട് ചെല്ലാഞ്ഞതും. അബിയുടെ അമ്മയൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു അമ്മേ. ഈ വീട്ടിലുള്ളവരോട് അവർ കാണിക്കുന്ന ക്രൂരതകളൊക്കെ അതിര് കിടക്കുന്നുണ്ട്. ഞാൻ ജയിലിലായതിന് പിന്നിൽ അബിയുടെ കൈ ഉണ്ടോയെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനിവിടെ ഇല്ലാത്തതുകൊണ്ട് അബിക്കും അപ്പച്ചിക്കും ഒക്കെ നല്ല സന്തോഷം എന്നുള്ളത് എനിക്കറിയാം. ഞാൻ ഇനി ഒരിക്കലും രക്ഷപ്പെട്ട് വരില്ല എന്നൊക്കെ ആയിരിക്കും അവർ വേണമെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ രാത്രിയിൽ വലിയ പ്രശ്നമാക്കാൻ നിൽക്കേണ്ട. നാളെ എല്ലാവരുടെ മുമ്പിൽ വെച്ച് തന്നെ നമുക്കിത് ചോദിക്കാനും പറയുകയാണ്. ഇനി അവരെ ഇങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലമ്മേ. എല്ലാത്തിനും കൂടെ പകരമായിട്ട് അവർക്ക് നല്ലൊരു തിരിച്ചടി നാളെ കൊടുക്കണമെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നയന് പറയുന്നുണ്ട്, ആദർശേട്ടാ, അത് നമ്മൾ നാളത്തേക്ക് ആക്കണോ? ഇപ്പൊ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി ചോദിച്ചാൽ പോരെ? അബിയുടെ കാര്യമല്ലേ, അവന് കുറുക്കന്റെ ബുദ്ധിയാ. അവൻ വേണമെങ്കിൽ ഇന്ന് തന്നെ അത് എങ്ങോട്ടേലും മാറ്റാൻ നോക്കും. പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്തല്ലേ. അമ്മ എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചാലേ ആദർശേട്ടാ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അതെങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ എന്ന് തന്നെ നമ്മുടെ നയന പറയുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഈ രാത്രിയിൽ എന്തായാലും അവൻ അതുകൊണ്ട് എങ്ങോട്ടും പോകാൻ പോകുന്നില്ല. ഇനി അഥവാ അവൻ അങ്ങനെ എങ്ങാനും ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ അവനെ കൊണ്ട് തന്നെ തിരിച്ചെടുപ്പിക്കണം എന്നുള്ളതും എനിക്കറിയാന്നൊക്കെ തന്നെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ ദേവാനി പറയുന്നുണ്ട്, അവർക്ക് അത്രയ്ക്കുള്ള ധൈര്യമായല്ലേ ഞാൻ എൻ്റെ മരുമോക്ക് കൊടുത്ത സാധനം അവരിപ്പോൾ എടുത്തുകൊണ്ട് പോയേക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കിട്ടും ഇതിന് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം ആദർശേ. അവർ ഇനി ഇങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല. നവ്യ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ നമ്മളോട് ഈ കളിയൊക്കെ കളിക്കുന്നത്. നവ്യ ഒരാൾ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നത് തന്നെ. ഇല്ലെങ്കിൽ എപ്പോഴും അതുങ്ങളെ രണ്ടുപേരെയും ഈ പടിക്ക് പുറത്താക്കിയേനെ. എന്തായാലും ഇനി ഇതിങ്ങനെ വിട്ടോണ്ടിരിക്കാൻ പറ്റില്ല. നാളെ തന്നെ ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇനി ഇവർ ഈ വീട്ടിൽ വേണോ വേണ്ടോ എന്നൊക്കെയുള്ളത് നാളെ തന്നെ തീരുമാനിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ആദർശൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ തന്നെ എല്ലാവരും വിളിച്ചു കൂട്ടി ഇതിനെക്കുറിച്ച് അവരോട് ചോദിക്കണം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെ തന്നെ ചെയ്യാം അമ്മേ. ഞാൻ വന്ന കാര്യം അവരറിഞ്ഞിട്ടില്ലല്ലോ. അവരാ ഈ സ്വർണ്ണം എടുത്തതെന്ന് നമ്മൾ പറയുമ്പം അവർ ചോദിക്കും എന്ത് തെളിവാ ഉള്ളതെന്നൊക്കെ. അപ്പോഴേക്കും ഞാൻ തന്നെ താഴോട്ട് വന്നിട്ട് പറഞ്ഞോളാം അത് നേരി കണ്ട ആളിവിടെ ഉണ്ടെന്നുള്ള കാര്യം. അവരാ സ്വർണ്ണം എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഞാൻ ആ റൂമിലുണ്ടായിരുന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ. എന്നെ കാണുമ്പോഴും അവർക്കൊരു ഷോക്കായിരിക്കും. ഇന്നലെ വരെ ജയിലിൽ കിടന്നവൻ എങ്ങനെ ഇപ്പോൾ ഇവിടെ എത്തിയെന്ന് അവർ ഓർക്കും. ദുബായിൽ എന്നെ കൊടുക്കാൻ നോക്കിയതിൽ അബിക്ക് പങ്കുണ്ടെങ്കിൽ നാളെ അവൻ്റെ മുഖത്തുനിന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുമെന്നും ആദർശ് ദേവിയാനോടും നയനയോടും പറയുന്നുണ്ട്. അവരതൊട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കും ഇരിക്കുന്നത്. എന്തായാലും എൻ്റെ വരവ് അവർക്കത് വല്ലാത്ത ഷോക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും അറിയാതെ തന്നെ ജലജ അബിയും ഇരിക്കുകയാണ് കേട്ടോ. ഈ മാല വിറ്റ് കിട്ടുന്ന കാശ് രണ്ടുപേരും പപ്പാതിയാക്കി എടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ജലജയുടെ അടുത്ത് അബി പറയുന്നുണ്ട്, അമ്മ ഈ മാല ഞാൻ സൂക്ഷിച്ചോളാം. എന്തായാലും നാളെ ഇത് കൊണ്ടുപോയി കാണിച്ച് ഇതുപോലൊരു മാല പണിയിപ്പിക്കാനായിട്ട് കൊടുക്കണം. എന്നിട്ട് വേണം ഇത് വിൽക്കാൻ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അത് നീ എന്തെന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷേ ഇന്ന് ഈ മാല എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കും. ഞാനത് കുറച്ചു നേരമൊക്കെ ഒന്ന് ഇടട്ടടാ. എത്ര നാൾ ഞാൻ കൊതിച്ചിട്ടുണ്ട് ഇതുപോലൊരു വലിയ മാലയൊക്കെ ഇടാനായിട്ട്. എന്തായാലും ഇന്ന് രാത്രി ഈ മാല ഞാൻ തന്നെ ഇട്ടോളാം. നാളെ ഈ മാല വിൽക്കാനുള്ളതല്ലേ. പിന്നെ നിന്നെ എനിക്ക് അത്ര വിശ്വാസമൊന്നും പോരാ. കാര്യം നീ എൻ്റെ മോനാണെങ്കിലും നിന്നെ വിശ്വസിക്കാൻ എനിക്കിച്ചിരി ബുദ്ധിമുട്ടാ. നിന്റെ കയ്യിൽ എന്നെക്കാളും മൂടായ്പകളുണ്ടെന്നുള്ളത് എനിക്കറിയാം.
ചിലപ്പോൾ ഞാൻ അറിയാതെ തന്നെ ഇതെന്തെങ്കിലും ചെയ്ത് കളയും എന്നൊക്കെ പറയുമ്പോഴേക്കും എന്നാൽ അഭി പറയുന്നുണ്ട്, എന്നാൽ അമ്മയുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ, എനിക്ക് ഇതിൻ്റെ പേരും പറഞ്ഞ് ഇവിടെ കിടന്ന് ഒച്ചയെടുക്കണ്ട, ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വേറെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ കിടക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ റൂമിലോട്ട് ചെല്ലുമ്പോഴേക്കും അഭിയുടെ മുഖത്തൊരു ചെറിയ സന്തോഷമൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്ക് പറ്റിയേ, നിനക്കെന്താ ഒരു സന്തോഷം പോലെ, ജയിലിൽ കിടക്കുന്ന അയാളുടെ എന്തെങ്കിലും വിവരം അറിഞ്ഞിട്ടാണോ, എങ്കിൽ എന്നോടും കൂടെ പറയടാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, എടി അതൊന്നും അല്ല, ഇത് വേറൊരു കാര്യമാണ് എന്നും പറഞ്ഞിട്ട് തന്നെ ആ മാലയുടെ കേസ് നവ്യയുടെ അടുത്ത് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ നവ്യക്ക് നിരാശയാണ് കേട്ടോ തോന്നുന്നത്. നവ്യ എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, എടാ ഇത് ശരിയല്ലല്ലോ, ഇങ്ങനൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, അത് പിടിക്കപ്പെട്ടാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് നിനക്കറിയാമല്ലോ, നീ നിന്റെ അമ്മയും കൂടെ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത്, നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായ്മയ്ക്കൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇനി ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരും ഒരു കള്ളനും കള്ളിയാക്കുകയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ഇതൊന്നും നീ അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിലിരുന്നാൽ മതി, ഇതിപ്പോൾ എടുത്ത് മാറ്റി വെക്കുന്നത് വേറൊന്നും ചെയ്യാനല്ലല്ലോ നവ്യെ, അവർക്കൊട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടിയാ എന്നിങ്ങനെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട്, എന്നാലും ഇത് ചെയ്യണ്ടായിരുന്നു. കാര്യം പറഞ്ഞാൽ എല്ലാവരോടും എനിക്ക് ദേഷ്യവും വെറുപ്പും ഒക്കെ തന്നെയാണ്, എന്നാലും ഇത് നമ്മുടെ നിലനിൽപ്പിനെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമല്ലേടാ, നമ്മളാണത് മോഷ്ടിച്ചെന്നുള്ളത് അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ചീത്തപ്പേരും കൂടി നമുക്ക് വരും എന്നൊക്കെ നമ്മുടെ നവ്യ പറയുന്നുണ്ട്. നിന്റെയും നിന്റെ അമ്മയുടെയൊക്കെ പല കൊള്ളരുതായ്മകളെ കണ്ടിട്ട് ഞാൻ അതിനൊക്കെ എതിർത്ത് നിന്ന ആളാ. ആദർശ് എന്ന് പറയുന്ന ആള് ഇതുപോലൊരു തെറ്റ് ചെയ്തുകൊണ്ട് മാത്രമാ ഇപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്, നിങ്ങളുടെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നത് പോലും. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ നമുക്ക് ഇവരുടെ മുമ്പിൽ ജീവിച്ച് കാണിക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, എടി നീ അതിന് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞല്ലോ ഇത് നീ അറിഞ്ഞിട്ടേ ഇല്ല എന്നുള്ള മട്ടിലിരുന്നാൽ മതി, അവർക്കിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ഇനിയിപ്പോ ഇതാരും തന്നെ കണ്ടുപിടിക്കാനും പോകുന്നില്ല, ഇതുപോലെ ഒരു റോൾഡ് ഗോൾഡ് പണിത് അവിടെ വെച്ചാൽ ഇനി അത് ആരും തന്നെ കണ്ടുപിടിക്കാനും പോകുന്നില്ല എന്നൊക്കെ തന്നെ അഭി നവ്യയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ കാര്യം ചോദിക്കാനായിട്ട് നയന അഭിയുടെയും ജലജയുടെയും അടുത്തോട്ട് വരുന്നുണ്ട്. നയനയുടെ വരവും ഉള്ളു വെച്ച് സംസാരമൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ജലജ ഉടനെ അഭിയോട് പതിയെ പറയുന്നുണ്ട്, ഇവളുടെ വരവ് കണ്ടിട്ട് അത്ര പന്തികേടായിട്ട് തോന്നുന്നില്ലല്ലോടാ, ഇവക്ക് ഇനി എന്തെങ്കിലും ക്ലൂ കിട്ടി കാണുവോ, നമ്മുടെ എല്ലാ പ്ലാനുകളും പൊളിച്ചെടുക്കുന്നത് ഈ ഒരു നന്മമരം മാത്രമാണല്ലോ, ഇനി എന്തെങ്കിലും കണ്ടിട്ടോ കേട്ടിട്ടോ വല്ലതും ആണോടാ നമ്മുടെ അടുത്തേക്ക് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്, ഇല്ലമ്മേ, ആരും കാണാതെ തന്നെയല്ലേ നമ്മൾ ആ മാല എടുത്തത്, ആരും ഇതൊന്നും കണ്ടിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ എന്തെങ്കിലും ഊഹാഭോഗം വെച്ചിട്ട് അവളൊന്ന് എറിഞ്ഞു നോക്കും, അപ്പോഴും നമ്മൾ അതേക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മട്ടി വേണം നമ്മൾ സംസാരിക്കാൻ എന്നൊക്കെ അഭി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ജലജയുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളല്ലേ അത് എടുത്തത്, സത്യം പറ, എന്റെ അലമാരിക്കകത്തുനിന്ന് ഒരു മാല നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, അത് ഇന്ന് പോളിഷ് ചെയ്യാനായിട്ട് കൊടുക്കാനിരുന്ന മാലയാ, ഇപ്പൊ നോക്കുമ്പം അത് അവിടെ കാണാനില്ല, സത്യം പറ അത് നിങ്ങൾ തന്നെയല്ലേ എടുത്തേ എന്നിങ്ങനെ നയന ചോദിക്കുമ്പോഴേക്കും അഭിയും ജലജയും അഹങ്കാരത്തോടു കൂടി തന്നെ പറയുന്നുണ്ട്, എന്താ നീ പറഞ്ഞത്, ഞങ്ങൾ നിന്റെ മാല എടുത്തെന്നോ, എന്തിനും ഏതിനും ഞങ്ങളെ കുറ്റപ്പെടുത്തുകയാണല്ലോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്താന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കണമെന്നല്ലേ, ആ മാല അവിടെ തന്നെ കാണും, അത് ആരെടുത്തോണ്ട് പോകാനാ, അല്ലെങ്കിൽ തന്നെ ആ മാല കിട്ടിയിട്ട് ഞങ്ങൾക്ക് എന്നാത്തനാ എന്നിങ്ങനെ നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ജലജ നയനോട് പറയുന്നുണ്ട്, ദേ നയനെ, വെറുതെ എന്നെ എന്റെ മോനെ നീ ഇതിൽ പഴിക്കാൻ നിൽക്കണ്ട, ഞങ്ങളത് എടുത്തിട്ടില്ല, ഇന്നലെ നിന്റെ റൂമിലോട്ട് ഞങ്ങൾ കയറിയിട്ട് പോലുമില്ല, പിന്നെ എങ്ങനെയാ ഞങ്ങളത് എടുക്കുന്നത്, അത് വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടാവുക, എന്നിട്ട് വെറുതെ എന്നെ എന്റെ മോനെ നീ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വരരുതേ, വെറുതെ എന്നെ എന്റെ മോനെ നീ ഇങ്ങനെ പഴിക്കില്ലെന്നൊക്കെ തന്നെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, ഇല്ല ഞാൻ അങ്ങനെ വെറുതെ പറയുന്നൊന്നും അല്ല, ഈ വീട്ടിലെ അങ്ങനെ ഒരു സ്വഭാവമുള്ളത് നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമാ, നിങ്ങൾ രണ്ടാളും അറിയാതെ ആ മാല ഈ വീട്ടിൽ നിന്നും പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ തന്നെ നയന പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഇങ്ങനൊരു മോഷണം ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളുടെ കൈകൾ ഉണ്ടാകണം, നിങ്ങളല്ലാതെ ഈ വീട്ടിൽ നിന്ന് ആരും ആ മാല മോഷ്ടിച്ചോണ്ട് പോവില്ല. എനിക്ക് നിന്നെ അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ജലജെ, കാരണം ആ മാല ഞാൻ എടുത്ത് നോക്കുന്നൊക്കെ നീ കണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയാം, ആ മാല നിനക്ക് കിട്ടാതെ പോയതിന്റെ കുശുമ്പാ നിനക്ക് എന്നിങ്ങനെ നമ്മുടെ ദേവാനി പറയുന്നുണ്ട്. അപ്പൊ ജലജ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താ ഏട്ടത്തി ഈ പറയുന്നത്, ഞാനാണോ ആ മാല എടുത്തത്, ഞാൻ ആ മാല കണ്ടുപോയുമില്ല, കാര്യം പറഞ്ഞാൽ എനിക്ക് ചില വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഒരു മോളെ പോലെ എന്നെ ഇവിടെ വളർത്തിയിട്ട് അതൊന്നും അമ്മ എനിക്ക് തരാത്തതിൽ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള വിഷമങ്ങളൊന്നുമില്ല, കാരണം ഞാൻ ഈ വീട്ടിലെ പുറമ്പോക്കാണെന്ന് ഏട്ടത്തി എന്നെ കൂടെ കൂടെ പറയാറുണ്ടല്ലോ, അതുകൊണ്ട് ഇതിന്റെ പേരും പറഞ്ഞ് ഇനി ഞങ്ങളെ ചോദ്യം ചെയ്യാനൊന്നും വരണ്ട, ഞങ്ങളുടെ കയ്യിൽ ആ മാലയില്ല, ഞങ്ങൾ ആരുടെ ഒന്നും മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ ജലജ ഉറപ്പിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല നിങ്ങൾ തന്നെ അത് മോഷ്ടിച്ചത്, നിങ്ങളുടെ റൂമിൽ ആ മാല ഉണ്ടെന്നുള്ളത് എനിക്കറിയാം എന്നിങ്ങനെ നയന പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, അത് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ്, ചിലപ്പോൾ നീ തന്നെ ആയിരിക്കുമല്ലേ ആ മാല അവിടെ കൊണ്ടേ വെച്ചത്, എന്നിട്ട് ഞങ്ങളുടെ മേലെ പഴിചാരാൻ നോക്കുകയായിരിക്കുമല്ലേ, എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് അതിന്റെ പേരും പറഞ്ഞ് പുറത്താക്കാനായിരിക്കുമല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അഭി പറയുന്നുണ്ട്,
അതേ അമ്മേ, അത് തന്നെയായിരിക്കും ഇവരുടെയൊക്കെ ഉദ്ദേശം. അല്ലെങ്കിലും ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ഇവർ എന്തുമാത്രം പണിയെടുപ്പിച്ചു. വെറും അടിമകളെ പോലെയല്ലേ ഇപ്പൊ നമ്മളെ കാണുന്നത്. ഈ വീട്ടിൽ നിന്ന് നമ്മളെ ഒഴിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. ഇപ്പൊ ദേ ഇതുപോലൊരു മാല കാണുന്നില്ലെന്നും പറഞ്ഞ് ഒരു മോഷണക്കുറ്റം കൂടെ ചുമത്തിയാ അതിന്റെ പേരും പറഞ്ഞ് ഇറക്കി വിട്ടതുപോലെ ആവുമല്ലോ. എന്താ ഏട്ടത്തി ഇതൊക്കെ? ഞങ്ങളോട് ദേഷ്യം ഉണ്ടെങ്കിൽ അത് ഞങ്ങളോട് ഇങ്ങനെയാണ് തീർക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അല്ലടാ പിന്നെ നിന്നെ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? നീ ചെയ്യുന്ന പുണ്യപ്രവർത്തികൾക്കൊക്കെ നിന്നെ പൂവിട്ട് പൂജിക്കണോ? എനിക്കറിയാം അത് നിങ്ങൾ തന്നെയാ ചെയ്തേക്കുന്നത്. നീയും നിന്റെ അമ്മയും അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരും അങ്ങനെ ചെയ്യില്ല. വീണ്ടെടുത്ത് കടന്ന് ഉരുളാൻ നോക്കണ്ട. മര്യാദയ്ക്ക് എന്റെ അലമാരിയിൽ എടുത്ത മാല ഇപ്പൊ തന്നെ ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, നയനെ നീ അതിര് കിടക്കുന്നുണ്ട്. നീ എന്ത് കണ്ടിട്ടാ ഈ പറയുന്നത്? ഞങ്ങളതൊന്നും കണ്ടിട്ടില്ല, എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ എന്നിങ്ങനെ പറയുമ്പോഴേക്കും ദേവനെ പറയുന്നുണ്ട്, നിർത്തടി, നീ അതെടുത്തെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. മര്യാദയ്ക്ക് ആ മാല ഇപ്പൊ തന്നെ നീ ഇവിടെ കൊണ്ടുവരണമെന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കുന്നുണ്ട്, ആഹാ ഇത് കൊള്ളാമല്ലോ. ഇപ്പൊ എല്ലാരും കൂടെ കുറ്റം അടിച്ചേൽപ്പിക്കാനാണോ നോക്കുന്നത്? ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, എന്നിട്ടും എന്താ നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലേ? എന്നിട്ട് ജലജ ചോദിക്കുന്നുണ്ട്, ആ മാല ഞങ്ങളെ എടുത്തെന്നുള്ളതിന് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഉണ്ടെങ്കിൽ അത് കാണിക്കുക എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ നയന പറയുന്നുണ്ട്, അതെ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. തെളിവുള്ളത് കൊണ്ട് തന്നെയാ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നതെന്നും പറയാം കേട്ടോ. എന്നാ എന്ത് തെളിവാടി നിന്റെ കയ്യിലുള്ള ഒന്ന് കാണിക്കുന്നതെന്ന് ജലജ പറയുമ്പോഴേക്കും ആദർശം മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരിക കേട്ടോ. തെളിവ് എന്റെ കയ്യിലാവളെ, ഞാൻ കാണിച്ചു തന്നാൽ മതിയോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടാണ് ആദർശം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും ജലജ അവിയും നവ്യൊക്കെ ആകെ ഷോക്കായി തന്നെ നിൽക്കുകയാണ്. ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്ന കാണുമ്പോഴേക്കും അവർക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ദുബായ് ജയിലിൽ കിടക്കുക എന്ന് പറഞ്ഞിട്ട് ആദർശ് ഇപ്പൊ മൂളിൽ നിറഞ്ഞു. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഓർത്തവരിങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനിയും നയനയും ഒക്കെ കൂടിയിട്ട് അവരെ നോക്കിയിട്ട് അവർ കള്ളച്ചിരിയോട് കൂടി തന്നെ നിൽക്കുകയാണ്. ജലജ ചോദിക്കുന്നുണ്ട്, അയ്യോ ഇത് ആദർശല്ലേ? ആദർശ് ദുബായ് ജയിലിലാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ ആദർശ് മൂളിൽ നിറങ്ങി വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പൊ നീ ജയിലിലല്ലായിരുന്നോ? നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അബി ഒന്നും തന്നെ മിണ്ടുന്നില്ല. അബി ദേഷ്യത്തിൽ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്, ഇവൻ ഇപ്പോഴും നാട്ടിലെത്തി. ഇവൻ ജയിലിൽ കിടക്കാന്നാണല്ലോ അയാൾ എന്നോട് വിളിച്ച് പറഞ്ഞത്. ഇവൻ അവിടുന്ന് വന്ന കാര്യം എന്നോട് ആരും പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ എപ്പോൾ സംഭവിച്ചു? ഇവൻ എപ്പോഴാണ് നാട്ടിൽ വന്നേ? ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും കുഴഞ്ഞു മറിയുമല്ലോ എന്നൊക്കെ തന്നെ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ആദർശ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ കരുതിയത്? നിന്റെ കള്ളത്തരങ്ങളൊന്നും വിളിച്ച് താകില്ലെന്നാണോ നീ കരുതിയത്? എന്നെ ജയിലിലാക്കാൻ നീ കുറെ പണിപ്പെട്ടു എന്നൊക്കെ ഉള്ളത് എനിക്കറിയാം. അവരുടെ കൂട്ടത്തിൽ നിനക്കും ഒരു പങ്കുണ്ടെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പിന്നെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിലൊക്കെ നല്ലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും നിനക്ക് അതിൽ പങ്കുണ്ടെന്ന് അറിഞ്ഞാ പിന്നെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എടുക്കുമെന്ന് തന്നെ പറയുന്നുണ്ട്. പിന്നെ ഇന്നലെ നടന്ന സംഭവം, ഇന്നലെ ആ മാല മോഷണം പോയതിന് പിന്നിൽ നിങ്ങൾ തന്നെയാ. നീയും നിന്റെ അമ്മയും കൂടെ ചേർന്ന് ആ മാല എടുത്തോണ്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് തന്നെ കണ്ട കാര്യമാ. നീയും നിന്റെ അമ്മയും കൂടി ഇന്നലെ ആ മാല മോഷ്ടിക്കാനായിട്ട് ഞങ്ങളുടെ റൂമിലോട്ട് വന്നപ്പോൾ ഞാൻ ആ റൂമിലുണ്ടായിരുന്നു. എല്ലാം കണ്ടോണ്ടും കേട്ടോണ്ടും ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു, നീയൊക്കെ എവിടെ വരെ പോകുമെന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാനാ പിന്നെ നയനോടും അമ്മയോടും ഒക്കെ പറഞ്ഞത് ഇങ്ങനെ ഈ മാല മോഷണം പോയെന്നുള്ള കാര്യം. ഈ മാല കൊണ്ടുപോയിട്ട് ഇതേ ഡിസൈനിൽ മുക്കുപണ്ടം കൊണ്ട് വെക്കാനല്ലായിരുന്നോ നീ നിന്റെ അമ്മയും കൂടെ പ്ലാൻ ചെയ്തിരുന്നത്? നിങ്ങളൊക്കെ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്ത് കള്ളത്തരം കാണിച്ചാലും അതൊന്നും പിടിക്കപ്പെടില്ല എന്നോ? എന്നാൽ നിങ്ങൾക്ക് തെറ്റി. ഇനി നിങ്ങളുടെ ഒരു കള്ളത്തരങ്ങളും ഈ വീട്ടിൽ ചെലവാകില്ല. ഞാൻ വന്നിട്ട് 2 ദിവസമായി. മനഃപൂർവ്വം നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും അറിയിക്കാതിരുന്ന ഞാൻ ജയിലിലാണെന്നോർത്ത് നിങ്ങളൊക്കെ സന്തോഷിച്ച് നടക്കുകയല്ലായിരുന്നോ? നിങ്ങളത് ആഘോഷിച്ച് നടക്കുകയാന്നുള്ളതൊക്കെ ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഇവരോട് പറഞ്ഞത് ഞാൻ വന്ന കാര്യം നിങ്ങൾ അറിയണ്ടാന്ന്. നിങ്ങളൊക്കെ അഭിനയിച്ച് തിമിർക്കുന്നതും നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നതും എല്ലാം ഞങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. എന്നാലും ഈശ്വരൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരുക്കുന്ന കെണിയെന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് തന്നെ വരുന്നത്. എന്തായാലും ഈശ്വരന്റെ ഭാഗ്യം എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെയുള്ള പ്രതിസന്ധികളിലൊക്കെ തളരാതെ മുന്നോട്ട് വരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതും. അങ്ങനെ എല്ലാം കൊണ്ടും തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് അബിയും ജലജയും. ആദർശ് ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോഴേക്കും നവ്യയ്ക്കും അത് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെ തന്നെ തലപുകഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയും ജലജയും നവ്യയും ഒക്കെ. മുത്തശ്ശൻ എന്നിട്ട് ജലജയോടായിട്ട് പറയുന്നുണ്ട്, നിന്നെ എടുത്ത് വളർത്തിയതാണ് ഞങ്ങൾ ചെയ്തു പോയ ഒരേ ഒരു തെറ്റ്. നിനക്ക് എത്ര ശിക്ഷ തന്നിട്ട് ഒരു കാര്യവുമില്ല. ഇനി ശിക്ഷിക്കാൻ പോകുന്നത് നിന്റെ മകനെയാ. നീ ഇനി നേരെയാകാനും പോകുന്നില്ലെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഈ കുടുംബത്തോടും എൻ്റെ കൊച്ചുമക്കളോടും ഇത്രയും ക്രൂരത കാണിക്കുന്ന ഇവനെപ്പോലെ ഒരുത്തൻ ഇനി ഈ വീട്ടിൽ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് തന്നെ മുത്തശ്ശൻ അബിയുടെ കാരണക്കുറ്റി നോക്കി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇനി ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല. ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്ന് നീ ഇറങ്ങിക്കോണം. ജലജയ്ക്കും നവ്യയ്ക്കുമുള്ള ലാസ്റ്റ് വാണിങ്ങാണിത്. അബിയുടെ കൂടെ പോകാനാണ് നിങ്ങളും തീരുമാനിക്കുന്നതെങ്കിൽ അവൻ്റെ കൂടെ നിങ്ങൾക്ക് പോകാം. നിങ്ങളെ ആരും ഇവിടെ തടയില്ല. എന്തു വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പോയവരാരും പിന്നെ തിരിച്ചിങ്ങോട്ടേക്ക് വരേണ്ടതില്ല എന്നും പറഞ്ഞിട്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് കയറി പോകുന്നുണ്ട്. അബിക്കൊപ്പം ഇറങ്ങിയ നവ്യ തെരുവിലാകും എന്നുള്ളത് നമ്മുടെ ജലജയ്ക്കും നവ്യയ്ക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ അവരാരും അബിയുടെ കൂടെ പോകാൻ തയ്യാറാകുന്നില്ല. ഈ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളോട് ക്ഷമിക്കണമെന്നൊക്കെ തന്നെ അവർ താന്നു കഴിഞ്ഞ് പറയുന്നുണ്ട്. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും ഉണ്ടാവില്ല, ഞങ്ങളെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവർ മുത്തശ്ശൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയുകയാണ്.
ദേവേനി നയനമ്മക്ക് കൊടുത്ത മാല അത് ആരുടെ കയ്യിലാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട്, അത് പിന്നെ അത് എൻ്റെ കയ്യിലുണ്ട് അച്ഛാ, അതിപ്പോൾ തന്നെ ഞാൻ മോക്ക് തിരിച്ചു കൊടുത്തേക്കാം. ഈ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് ക്ഷമിക്കണം അച്ഛാ. ഇനി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള തെറ്റുകളൊന്നും തന്നെ സംഭവിക്കില്ല. അച്ഛൻ ഞങ്ങൾ വിശ്വസിക്കാം എന്നൊക്കെ തന്നെ പറയുകയാണ് കേട്ടോ ജലജ. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, നീ കൂടുതൽ സത്യമൊന്നും ചെയ്യണ്ട. നീ സത്യം ചെയ്യുന്നതും ചെയ്യാത്തതും ഒരുപോലെ തന്നെയാണ്. നിന്റെ മോൻ്റെയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് മോളുടെ കയ്യിൽ നിന്നെടുത്ത മാല തിരിച്ചു കൊടുക്കാൻ നോക്ക്. അത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന സ്വത്താണ്. അർഹതപ്പെട്ടവരുടെ കയ്യിൽ ആദ്യം ഇരിക്കേണ്ടത്. നയനമോൾക്ക് അതിന് എല്ലാ അർഹതയും ഉണ്ട്. അതുകൊണ്ട് അത് നയനമോളെ തന്നെ ദേവാനി ഏൽപ്പിച്ചത്. എത്രയും പെട്ടെന്ന് ആ സ്വർണം നയനമോളുടെ കയ്യിലെത്തിയിരിക്കണം. പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗ് ആണ്. ഇനിയും ഇതുപോലെ എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ മോൻ്റെ അതേ അവസ്ഥ തന്നെ ആയിരിക്കും നിനക്കും. അപ്പോഴേക്കും നവ്യ മുത്തശ്ശൻ്റെ അടുത്ത് ആദർശൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടെങ്കിലും മുത്തശ്ശൻ നല്ല ദേഷ്യത്തിലായിരുന്നുകൊണ്ട് തന്നെ നവ്യയുടെ നേരെ മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, വേണ്ട, ഇനി ആദർശനെ കുറ്റപ്പെടുത്തി നീ ഒരു കാര്യവും പറയണ്ട. നിന്റെ ഭർത്താവിൻ്റെ കയ്യിലിരിപ്പ് എന്താണെന്നുള്ളത് നിനക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ലേ? ഒരവസരം വന്നാൽ നിന്റെ കുഞ്ഞിനെ വരെയും അവൻ ഇല്ലാതാക്കാൻ നോക്കും. അത്രയ്ക്ക് ദുഷ്ടനാവൻ. അവൻ്റെ മനസ്സ് മുഴുവൻ വിഷം മാത്രമാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും നീ അവന് വേണ്ടി സപ്പോർട്ട് ചെയ്യാതെ നിന്റെ കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കി ഇവിടെ ജീവിക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ മുത്തശ്ശൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ വീഡിയോ